നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. റഷ്യയിൽ ഭൂചലന പരമ്പര. 1 മണിക്കൂറിനിടെ 5 ഭൂചലനങ്ങളാണ് ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തി. പ്രദേശത്ത് അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റഷ്യയുടെ കിഴക്കൻ മേഖലയിലാണ് രാജ്യത്തെ നടുക്കിയ ഭൂചലനങ്ങൾ ഉണ്ടായത്. 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. കാംചത്കയ്ക്ക് സമീപം കടലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ 2 ഭൂചലനങ്ങളുണ്ടായി. തുടർന്നാണ് അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകിയത്. 6.6 മുതൽ 7.4 വരെ തീവ്രതയുള്ള ഭൂചലനങ്ങളാണ് അനുഭവപ്പെട്ടത്. പസഫിക് സമുദ്രത്തിനോട് ചേർന്ന നഗരത്തിന് സമീപമാണ് പ്രഭവ കേന്ദ്രം. US ജിയോളജിക്കൽ സർവേ കണക്ക് പ്രകാരം 1,80,000 പേരാണ് ഈ നഗരത്തിൽ കഴിയുന്നത്. തീരപ്രദേശത്ത് താമസിക്കുന്നവരോട് മാറി താമസിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി. ആദ്യം അമേരിക്കയിലെ ഹവായിയിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും പിന്നീട് അത് പിൻവലിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. സൗദി അറേബ്യയിലെ ഉറങ്ങുന്ന രാജകുമാരൻ അന്തരിച്ചു. 20 വർഷം അബോധാവസ്ഥയിലായിരുന്ന വലീദ് ബിൻ ഖാലിദാണ് മരിച്ചത്. റിയാദിൽ നടന്ന സംസ്കാര ചടങ്ങിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഇരുപത് വർഷം അബോധാവസ്ഥയിൽ കിടന്ന പ്രിൻസ് വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ കഴിഞ്ഞ ദിവസമാണ് റിയാദിൽ മരണത്തിന് കീഴടങ്ങിയത്. ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന പ്രിൻസ് വലീദ് വിടവാങ്ങിയത് 35-ാമത്തെ വയസ്സിലാണ്. പിതാവ് പ്രിൻസ് ഖാലിദ് ബിൻ തലാൽ അൽ സൗദാണ് മകന്റെ മരണവിവരം അറിയിച്ചത്. പഠനാവശ്യാർത്ഥം ലണ്ടനിലായിരിക്കെ 2005-ലാണ് വാഹനാപകടത്തിൽപ്പെട്ട് പ്രിൻസ് വലീദ് അബോധാവസ്ഥയിലാകുന്നത്. മകൻ ജീവിതത്തിലേക്ക് തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സ തുടരുകയായിരുന്നു പിതാവ്. ശതകോടീശ്വരനായ വലീദ് ബിൻ തലാൽ രാജകുമാരന്റെ അനന്തരവൻ കൂടിയാണ് മരിച്ച വലീദ് ബിൻ ഖാലിദ്. ഖാലിദ് ബിൻ തലാൽ അൽ സൗദ് രാജകുമാരന്റെ മൂത്ത മകനായി 1990-ലാണ് ജനനം. 15-ാമത്തെ വയസ്സിൽ UK-യിലെ ഒരു സൈനിക കോളേജിൽ പഠിക്കുമ്പോൾ റോഡപകടത്തിൽ തലച്ചോറിന് ഗുരുതരമായ പരുക്കേൽക്കുകയും ആന്തരിക രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്തു. തുടർ ചികിത്സക്കായി റിയാദിലെ കിങ് അബ്ദുൽ മെഡിക്കൽ സിറ്റിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. 2019-ൽ കൈവിരലുകൾ ചലിപ്പിച്ച് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരുമെന്ന പ്രതീക്ഷ നൽകിയിരുന്നെങ്കിലും പിന്നീട് പുരോഗതിയൊന്നും ഉണ്ടായില്ല. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. UAE-ലെ ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യ ഭർത്താവ് സതീഷിൽ നിന്ന് നേരിട്ടത് കൊടിയ പീഡനം. സതീഷിന്റെ ക്രൂരമർദ്ദനം അതുല്യ സഹോദരിയോട് വിവരിക്കുന്ന ശബ്ദ സന്ദേശം 24-ന് ലഭിച്ചു. സതീഷ് മദ്യപിച്ച് അതുല്യയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. ജോലിക്ക് പോകുമ്പോൾ അതുല്യയെ സതീഷ് പൂട്ടിയിടുമായിരുന്നുവെന്നും സഹോദരി അഖില 24-നോട് പറഞ്ഞു. അതുല്യയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. മദ്യപിച്ച് ലക്കുകെട്ട സതീഷ് ശങ്കർ ഉപദ്രവിക്കുന്ന ഈ ദൃശ്യങ്ങൾ പറയും അതുല്യ നേരിട്ട പീഡനം. മർദ്ദനമേറ്റു നിലവിളിക്കുന്ന അതുല്യ, കേട്ടാൽ അറയ്ക്കുന്ന തരത്തിൽ അസഭ്യം പറയുന്ന സതീഷ്. ക്രൂരപീഡനമേറ്റ അതുല്യയുടെ ചിത്രങ്ങളും പുറത്ത്. അതുല്യ തന്നെ ചിത്രീകരിച്ച് സഹോദരി അഖിലയ്ക്ക് അയച്ച ദൃശ്യങ്ങളും ചിത്രങ്ങളുമാണിത്. നേരിട്ട പീഡനം സഹോദരി അഖിലയോട് അതുല്യ പറയുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നു. ചവിട്ടി കൂട്ടി എന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി, സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. മദ്യപിച്ചാൽ സതീഷ് സൈക്കോയാണെന്ന് അഖില 24-നോട്. ജോലിക്ക് പോകുമ്പോൾ അതുല്യ സതീഷ് പൂട്ടിയിടും. അവിടെയൊക്കെ ജോലിക്ക് പോകുമ്പോൾ പുറത്തുനിന്ന് താക്കോല് പൂട്ടിയിട്ട് പോകും. അപ്പൊ നമ്മൾ പറയുകയും ചെയ്യും, ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റുകളാണ്, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നീ ഇങ്ങനെ ഒരു തീപിടുത്തം എന്തെങ്കിലും ഉണ്ടായാൽ നീ ഇങ്ങനെ പുറത്തോട്ട് നീ താക്കോല് കൊടുക്കരുതെന്ന് പറയാം. അപ്പോൾ പറയുന്നത് എന്ത് ചെയ്യാനായിട്ട് സംശയമാണ്. അതുല്യയുടേത് കൊലപാതകമാണെന്ന് മാതാവ് തുളസിബായി. സ്വയം ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ലമ്മേ. അഥവാ ഞാൻ മരിച്ചെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നെ കൊന്നയാന്ന് വിചാരിച്ചോണം. ഷാർജ പോലീസിലും ഇന്ത്യൻ കോൺസുലേറ്റിലും പരാതി നൽകാനാണ് അതുല്യയുടെ കുടുംബത്തിന്റെ തീരുമാനം. ഷാർജയിലെ മോർച്ചറിയിലാണ് അതുല്യയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. നാളെയാണ് പോസ്റ്റ്മോർട്ടം. അരുൺ പാറാട്ട്, 24, ദുബായ്.
അതുല്യെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടും വിചിത്രവാദവുമായി ഭർത്താവ് സതീഷ് ശങ്കർ. അതുല്യ ഗർഭഛിദ്രം നടത്തിയത് പ്രകോപിപ്പിച്ചെന്നും മദ്യപിക്കുമ്പോൾ അത് ഓർമ്മ വരുമെന്നുമാണ് പ്രതികരണം. നിരപരാധിയാണെന്ന സതീഷിന്റെ വാദം അതുല്യയുടെ പിതാവ് തള്ളി. കൊല്ലം നിലമേലിൽ സ്ത്രീധന പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ വിസ്മയയുടെ പിതാവ് ത്രിവിക്രമൻ അതുല്യയുടെ മാതാപിതാക്കളെ കണ്ടു. മദ്യപിച്ച് ലക്കുകെട്ട് സതീഷ് ക്രൂരമായി പെരുമാറുന്നതിന്റെ ദൃശ്യങ്ങൾ നടക്കുന്നതാണ്. എന്നാൽ സതീഷിന്റേത് വിചിത്രമായ ന്യായീകരണങ്ങൾ. അതുല്യയുടെ വീട്ടുകാർ പറയുന്നത് പോലെ ഒരു പ്രശ്നവുമില്ലെന്നും സതീഷ്. ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ മുറിപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിച്ചിട്ട് നിൽക്കും ചെയ്ത കാര്യമാണ് ഒന്നും പറഞ്ഞ് എടുത്തിട്ട് എല്ലാ ദിവസവും ഒന്നും അലക്കല്ല. ഇവർ പറയുന്ന ഉണക്ക് എല്ലാ ദിവസവും വെള്ളം അടിക്കുന്നു, എല്ലാ ദിവസവും ഉപദ്രവിക്കുന്നു, അങ്ങനെയൊന്നും അല്ല. അതുല്യയുടെ മരണത്തിന് പിന്നാലെ അയൽവാസിയെ വിളിച്ച് താൻ നിരപരാധിയാണെന്നും സതീഷ് പറഞ്ഞു. നിരപരാധിയെന്ന സതീഷിന്റെ വാദം അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ള തള്ളി. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റിപ്പറയുന്ന ആളാണ് സതീഷ് എന്ന് പിതാവ്. അത് പിന്നെ ഓരോ ന്യായങ്ങൾ ഇങ്ങനെ ഇപ്പൊ പെട്ടെന്ന് മനസ്സിലായപ്പോൾ പറയുന്ന ഒരു മുടന്തന്യായമായിരിക്കും. അതൊരു വാദം മാത്രം പറയുന്നു എന്നുള്ളത്. സതീഷുമായുള്ള ബന്ധം ഉപേക്ഷിക്കാനും വീട്ടിലേക്ക് വരാനും വീട്ടുകാർ പറഞ്ഞിരുന്നു. 10 വയസ്സുള്ള മകളെ കരുതി എല്ലാം ക്ഷമിച്ചും സഹിച്ചും നിന്നെന്നും കുടുംബം. മകൻ വിളിക്കാർ പോലുമില്ലെന്ന് സതീഷിന്റെ മാതാവ് ഉഷ 24നോട് പറഞ്ഞു. വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ മോൻ മരിച്ചെങ്കിലും ഇവിടെ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് കല്യാണവും പറഞ്ഞു പോയ അന്ന് ഞാൻ കണ്ടതാ. പിന്നെ ഞങ്ങൾ എന്നെ വിളിക്കാറോ ഒരു കാര്യങ്ങളും ഇല്ല. കൊല്ലം നിലമേലിൽ ഭർത്തൃപീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ വിസ്മയയുടെ പിതാവ് ത്രിവിക്രമൻ അതുല്യയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടു. 24 കൊല്ലം. സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ സമ്മർ വിത്ത് ലുലു എന്ന പേരിൽ വേനൽക്കാല ഓഫറുകൾ ആരംഭിച്ചു. 1 മില്യൺ റിയാൽ മൂല്യമുള്ള ഡയമണ്ട് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ഓഗസ്റ്റ് 26 വരെ സൗദിയിലെ എല്ലാ ശാഖകളിലും ഓഫർ ഉണ്ടായിരിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. നെക്ലസുകൾ, ആഭരണങ്ങൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങിയ സമ്മാനങ്ങൾക്ക് പുറമെ കുടുംബ സൗഹൃദ ആഘോഷ പരിപാടികളിലും പല ഉൽപ്പന്നങ്ങൾക്കും വിലക്കിഴിവുകളും ഉണ്ടാകും. ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ഉപഭോക്താക്കൾക്ക് നറുക്കെടുപ്പിൽ പങ്കെടുക്കാം. വിദ്വേഷ പ്രസംഗം ആവർത്തിച്ച് കേസെടുക്കാൻ വെല്ലുവിളിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ തള്ളി CPIM. ഏതൊരു ജനവിഭാഗത്തിന്റെയും പ്രശ്നങ്ങൾ ആർക്കും അവതരിപ്പിക്കാം, അത് മതവൈരമുണ്ടാക്കുന്ന തരത്തിലാകരുത് എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിമർശനം. വെള്ളാപ്പള്ളി നടേശന്റെ പേരെടുത്ത് പറയാതെയാണ് CPIM വിമർശനം. പക്ഷെ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഞാൻ പറയും, ഇന്നും പറയും, നാളെ പറയും. എന്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്തു കുന്തമെടുത്ത് എറിഞ്ഞാലും ഞാൻ പറയാറില്ല. മുസ്ലിം സാമുദായിക നേതാക്കൾക്കെതിരെയുള്ള വിവാദ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഒപ്പം കേസെടുക്കാൻ വെല്ലുവിളിയും. എന്നാൽ അതേ വേദിയിൽ വെച്ച് മന്ത്രി VN വാസവൻ വെള്ളാപ്പള്ളിയെ വാനോളം പുകഴ്ത്തി. യഥാർത്ഥത്തിൽ വിശ്രമ ജീവിതം അനുഭവിക്കേണ്ട കാലഘട്ടത്തിൽ ഊർജ്ജസ്വലനായി ഒരു നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ഈ പദവിയൊക്കെ എത്തിച്ചു എന്നുള്ളതാണ്. മന്ത്രിയുടെ പുകഴ്ത്തലിന് പിന്നാലെ വെള്ളാപ്പള്ളി നടേശന്റെ പേരെടുത്ത് പറയാതെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിമർശനം. മതങ്ങളുടെ സാരം ഏകമാണെന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP യോഗം മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചാണ് മുന്നോട്ടു പോകേണ്ടതെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന. വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് സമുദായ നേതാക്കൾ പിന്മാറണം. ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത്, അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കടുത്ത വിമർശനമാണ് സമസ്തയും മുസ്ലിം ലീഗും ഉയർത്തുന്നത്. കാത്തുസൂക്ഷിക്കേണ്ട സൗഹൃദത്തിന്റെ മനസ്സ് ഇല്ലാതാകുന്നത് ശുഭലക്ഷണമല്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം സൗഹൃദത്തിൻ്റെ അന്തരീക്ഷമാണ്. അതിനെ ഇത്തരത്തിലുള്ള വിഷലിപ്തമായ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതേസമയം കാന്തപുരത്തെ അവഹേളിക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ മതസൗഹാർദ്ദത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് ശ്രീനാരായണ ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ പ്രതികരിച്ചു. ഭിന്നിപ്പിക്കുന്ന പ്രസ്താവന ആര് നടത്തിയാലും അംഗീകരിക്കില്ലെന്ന് DYFIയും പ്രതികരിച്ചു. 24 മലപ്പുറം. സംസ്ഥാനത്ത് പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കുറയുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പൊതുവിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ എണ്ണം 1 ലക്ഷത്തിലധികമാണ് ഈ അക്കാദമിക് വർഷം കുറഞ്ഞത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 16,000-ലധികം കുട്ടികൾ 1ാം ക്ലാസ്സിലും കുറഞ്ഞു. കഴിഞ്ഞ വർഷത്തേക്കാൾ 40,906 വിദ്യാർത്ഥികൾ അധികമായി പൊതുവിദ്യാലയത്തിൽ ഇത്തവണ എത്തിയെന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ ആദ്യ കണക്ക്.
എന്നാൽ തലയെണ്ണൽ പൂർത്തിയാക്കിയപ്പോൾ കണക്ക് മാറി. കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി ഈ അക്കാദമിക് വർഷം പഠിക്കുന്നത് 35,34,702 വിദ്യാർത്ഥികൾ. കഴിഞ്ഞ അക്കാദമിക് വർഷം ഇത് 36,43,642 ആയിരുന്നു. അതായത് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ കുറഞ്ഞത് 1,08,940 കുട്ടികൾ. ഈ വർഷം 4-ാം ക്ലാസ് വരെ 11,87,517 അപ്പർ പ്രൈമറി 10,94,073 വിദ്യാർത്ഥികളും ഹൈസ്കൂളിൽ 12,53,112 വിദ്യാർത്ഥികളുമാണ് പഠിക്കുന്നത്. 1-ാം ക്ലാസ്സിലെത്തിയ വിദ്യാർത്ഥികളുടെ എണ്ണവും കുറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1-ാം ക്ലാസ്സിൽ 16,509 കുട്ടികളുടെ കുറവുണ്ട്. കഴിഞ്ഞ വർഷം 2,98,848 വിദ്യാർത്ഥികൾ 1-ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2,82,339 ആയിട്ടാണ് ഈ വർഷം കുറഞ്ഞത്. പൊതുവിദ്യാലയങ്ങളിൽ മാത്രമല്ല, അൺഎയ്ഡഡ് മേഖലയിലും വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ജനനിരക്ക് കുറഞ്ഞതാണ് വിദ്യാർത്ഥികളുടെ എണ്ണം കുറയാൻ കാരണമായി വിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സർക്കാർ UP സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണു. അവധി ദിവസമായതിനാൽ ഒഴിവായത് വൻ ദുരന്തം. മേൽക്കൂര തകർന്ന കെട്ടിടത്തിൽ ക്ലാസ് മുറികൾ പ്രവർത്തിച്ചിരുന്നില്ലെന്ന സ്കൂൾ അധികൃതരുടെ വാദം തള്ളി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും രംഗത്തെത്തി. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടമാണ് തകർന്നത്. രാവിലെ പെയ്ത ശക്തമായ മഴയിലാണ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നത്. 4-ാം ക്ലാസിന്റെ 2 ഡിവിഷനുകളും ഹെഡ്മാസ്റ്റർ ഓഫീസും കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നതായി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പറയുന്നു. മാഷൊക്കെ പറയുന്നത് ഇവിടെ ഈ സമീപത്തൊന്നും കുറച്ച് ദിവസം മുമ്പൊന്നും ക്ലാസ് ഇല്ലായിരുന്നു. ഇവിടെ തന്നെയാണ് പഠിച്ചത്. എത്ര കുട്ടികളുണ്ട് ക്ലാസ്സിൽ? കെട്ടിടം പ്രവർത്തിച്ചിരുന്നില്ലെന്ന ഹെഡ്മാസ്റ്റർ ബൈജു. ക്ലാസ്സിൽ പ്രവർത്തിക്കുന്നില്ല. അത് അൺഫിറ്റ് കെട്ടിടമാണ്. ഇത് നമുക്ക് അൺഫിറ്റ് ആയി തന്നതിന് ശേഷം കുട്ടികളെ മുഴുവൻ നമ്മൾ താൽക്കാലികമായ ഷെഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവത്തിന് പിന്നാലെ സ്കൂൾ പരിസരം പ്രതിഷേധക്കളം. BJPയും കോൺഗ്രസും CPIMും സ്കൂളിലേക്ക് പ്രകടനം നടത്തി. കെട്ടിടം തകർന്നത് ആരുടെ അനാസ്ഥ എന്നതിനെ ചൊല്ലി രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റുമുട്ടി. UDF ഭരിക്കുന്ന പഞ്ചായത്തിനും സ്ഥലം MLA രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെയാണ് CPIMന്റെ ആരോപണം. വിദ്യാഭ്യാസ മന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് കോൺഗ്രസ്. അപകടത്തിന് പിന്നാലെ സ്കൂളിന്റെ പുതിയ കെട്ടിടം അടിയന്തരമായി പ്രവർത്തന സജ്ജമാക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. പണി പൂർത്തിയായെങ്കിലും പുതിയ കെട്ടിടത്തിനും ഫിറ്റ്നസ് ലഭിച്ചിരുന്നില്ല. 24 ആലപ്പുഴ. സർവകലാശാല ഭാരതാംബ വിഷയങ്ങളിൽ ഭിന്നത തുടരുന്നതിനിടെ ഗവർണർ മുഖ്യമന്ത്രി നിർണായക കൂടിക്കാഴ്ച. രാജ്ഭവനിലെ കൂടിക്കാഴ്ച 1 മണിക്കൂർ നീണ്ടു. ബില്ലുകൾ ഒപ്പിടണമെന്നും സർവകലാശാലകളിൽ സ്ഥിരം VC-മാരെ നിയമിക്കുന്നതിൽ ഉടൻ തീരുമാനമെടുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദുവും കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമലുമായുള്ള കൂടിക്കാഴ്ചയുടെ തുടർച്ചയാണ് മുഖ്യമന്ത്രി ഗവർണർ നിർണായക കൂടിക്കാഴ്ച. കേരള സർവകലാശാലയിലെ അധികാര വടംവലി, സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനം, ബില്ലുകൾക്ക് അംഗീകാരം തുടങ്ങിയ വിഷയങ്ങളിൽ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിസന്ധി തുടരുന്നതിനോട് സർക്കാരിന് യോജിപ്പില്ല എന്ന് മുഖ്യമന്ത്രി ഗവർണറെ അറിയിച്ചു. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്ഥിരം VC-മാരെ നിയമിക്കുന്നതിൽ ഉടൻ തീരുമാനമെടുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് വിളിക്കണമെങ്കിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി അംഗീകരിക്കണമെന്ന VC-യുടെ നിലപാടിൽ ചാൻസലറുടെ ഇടപെടൽ നിർണായകമാകും. താൽക്കാലിക VC നിയമനത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റ തിരിച്ചടിക്ക് പിന്നാലെ നാളെ സുപ്രീംകോടതിയെ സമീപിക്കാനിരിക്കെയാണ് ഗവർണറെ അണുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി എത്തിയത് എന്നതും ശ്രദ്ധേയം. 24 തിരുവനന്തപുരം. ധർമ്മസ്ഥലയിലെ നിഗൂഢതയിലേക്ക് 24 അന്വേഷണ പരമ്പര. സ്പന്ദിക്കുന്ന അസ്ഥിമാടങ്ങൾ. ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് കർണാടക സർക്കാർ. DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. മേഖലയിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെക്കുറിച്ചും SIT അന്വേഷണം നടത്തും. ധർമ്മസ്ഥലയിലെ നിഗൂഢതകളെക്കുറിച്ച് വെളിപ്പെടുത്തലുകളും പരാതികളും ഉയരുന്നതിനിടയിലാണ് കർണാടക സർക്കാർ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന ആക്ഷേപത്തിനിടെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുണ്ടായി 2 ആഴ്ചയ്ക്ക് ശേഷമാണ് സർക്കാർ തീരുമാനം. DGP പ്രണബ് മൊഹന്തി പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകും. IG MN അനുചേത്, DCP സൗമ്യലത, SP ജിതേന്ദ്രകുമാർ ദായം എന്നിവരാണ് സംഘത്തിലെ മറ്റുള്ളവർ. പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലായിരിക്കണം അന്വേഷണമെന്ന്
ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ 24-നോട് പറഞ്ഞിരുന്നു. Next, it should be led by DGP, that is Pranab Mohanty sir, because that is acknowledged by Honorable High Court of the Karnataka, that his leadership is very transparent, dedicated and committed officer he is, that it is acknowledged by High Court only. കേസ് NIA അന്വേഷിക്കണമെന്നും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും സന്തോഷ് കുമാർ MP പറഞ്ഞു. NIA എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ടെററിസം റിലേറ്റഡ് ഏജൻസിയാണ്. നാഷണൽ സെക്യൂരിറ്റി ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസും NIAക്കകത്ത് വരുന്നതാണ്. അപ്പോൾ എങ്ങനെയെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ ഒരു ഏജൻസി അന്വേഷിക്കണമെന്നുള്ളതാണ്. ഞങ്ങൾ ഈ പാർലമെന്റ് സെഷൻ ഇടയിലോ അല്ലെങ്കിലോ ഒക്കെ ആയിട്ട് പോകാനുള്ള ഒരു ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഈ വിഷയം ഹൈലൈറ്റ് ചെയ്യാൻ കഴിയോ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളതാണ് ഉറപ്പ് നൽകാനുള്ള കാര്യം. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴിയെടുക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ നീക്കം. പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കേസ് തെളിയിക്കാൻ പോലീസ് ഏറെ പണിപ്പെടേണ്ടി വരും. മുഹമ്മദ് റഹീസ്, 24, ധർമ്മസ്ഥല. ഡോക്ടർ ശശി തരൂർ MPക്കെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാക്കൾ. ശശി തരൂരിനെ കോൺഗ്രസിനൊപ്പം കൂട്ടുന്നില്ലെന്നും നടപടി ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ എന്നും K മുരളീധരൻ പറഞ്ഞു. തരൂരിനൊപ്പമുള്ളവർ കോൺഗ്രസ് തകരണമെന്ന് ആഗ്രഹിക്കുന്നവരെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ വിമർശിച്ചു. ആരോടും പരാതിയില്ലെന്നായിരുന്നു ഡോക്ടർ ശശി തരൂരിന്റെ മറുപടി. പാർട്ടിയെ നിരന്തരം വെട്ടിലാക്കുന്ന തരൂരിനെ ദേശീയ നേതൃത്വത്തിന് പിന്നാലെ സംസ്ഥാന നേതാക്കളും ഒറ്റപ്പെടുത്തുകയാണ്. തരൂരിനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുന്നില്ലെന്ന് K മുരളീധരൻ. ഇപ്പം അദ്ദേഹം ഞങ്ങളെ കൂട്ടത്തിൽ കൂടിയതായി ഞങ്ങൾ കണക്കാക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ നടപടി വേണോ വേണ്ടോ എന്നുള്ള ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ. അദ്ദേഹം നിലപാട് തിരുത്താത്തോളം കാലം തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ഒരു പരിപാടിയിലും അദ്ദേഹത്തിനെ ഞങ്ങൾ പങ്കെടുപ്പിക്കില്ല. അദ്ദേഹം ബഹിഷ്കരിക്കുക. അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഇല്ല, പിന്നെ എന്തിനാ ബഹിഷ്കരിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് നേടാവുന്നതെല്ലാം നേടിയ ശേഷം പാർട്ടിക്ക് പുറത്തുനിന്ന് ഇനി എന്തെല്ലാം നേടാമെന്നാണ് തരൂർ ചിന്തിക്കുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് നേടാവുന്ന മുഴുവൻ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തെങ്കിലും കോൺഗ്രസ് പാർട്ടിയെ കൊണ്ടല്ലാതെ നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് പുള്ളി ചിന്തിക്കുന്നത്. ആരോടും പരാതിയില്ലെന്നായിരുന്നു വിമർശനങ്ങൾക്ക് തരൂരിന്റെ മറുപടി. ഇനിയൊന്നും പറയാനില്ല. മറ്റേ കോമെന്റ് ഒക്കെ എനിക്ക് പറയാൻ ആവശ്യമുണ്ടോ? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ശശി തരൂരിന്റെ നിലപാടുകളെ ഹൈക്കമാൻഡ് നേരത്തെ പരസ്യമായി തള്ളിയിരുന്നു. എന്നാൽ നടപടി ഉടൻ ഉണ്ടാകില്ലെന്നാണ് സൂചന. തരൂർ സ്വന്തം വഴി തിരഞ്ഞെടുക്കട്ടെ എന്ന നിലപാടിലാണ് നേതൃത്വം. 24, ഡൽഹി. കോഴിക്കോട് തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കിയവരുടെ നേതൃത്വത്തിൽ വിമത യോഗം. കേഡേഴ്സ് മീറ്റ് 25 എന്ന പേരിലാണ് യോഗം ചേർന്നത്. പാർട്ടിയിലെ ഒരു വിഭാഗം സംസ്ഥാന നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നാണ് വിമതർ പറയുന്നത്. എന്നാൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആര് സ്വീകരിച്ചാലും നടപടി ഉണ്ടാകുമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിലപാടെടുത്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി പഞ്ചായത്തിലെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ലീഗിന് ലഭിച്ച കൺവീനർ സ്ഥാനം മുതിർന്ന അംഗത്തിന് നൽകാതെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഏകപക്ഷീയമായി തീരുമാനിക്കുകയും ഇതിനെതിരെ പ്രതികരിച്ച 5 പേരെ പുറത്താക്കുകയും ചെയ്തതോടെയാണ് ലീഗിലെ വിമത നീക്കത്തിന് തുടക്കം കുറിച്ചത്. തിരുവമ്പാടിയിലെ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന കമ്മിറ്റി പാറക്കൽ അബ്ദുള്ള, അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നിവരെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിമതരുടെ യോഗം. നിലവിലെ മുസ്ലിം ലീഗ് തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് CK കാസിം, മണ്ഡലം സെക്രട്ടറി PG മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടാക്കുകയാണെന്നാണ് വിമതരുടെ പക്ഷം. ഞങ്ങളെ പ്രതീക്ഷ സംസ്ഥാന കമ്മിറ്റി കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെടുകയും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് ഞങ്ങളെ പ്രതീക്ഷ. ഇനി അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ അതിനനുസരിച്ചുള്ള ഒരു നീക്കം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പുറത്താക്കിയവരെ തിരിച്ചെടുത്തില്ലെങ്കിൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറിച്ച് ചിന്തിക്കേണ്ടി വരുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകുന്നു. ഒരു തരത്തിലുമുള്ള വിമത നീക്കങ്ങളും അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പാർട്ടി വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എവിടെ ഉണ്ടായാലും പാർട്ടി അതിനെ കർശനമായിട്ട് തന്നെ നേരിടുക തന്നെ ചെയ്യും. ഒരു വിമത പ്രവർത്തനവും എവിടെയും അനുവദിക്കുകയില്ല. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ പ്രശ്നപരിഹാരം വൈകാതെ വേണമെന്നാണ് ലീഗിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം. 24 കോഴിക്കോട്. വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻഡ്സ് ക്രിക്കറ്റിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉപേക്ഷിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി കളിക്കാനില്ലെന്ന് ഇന്ത്യൻ താരങ്ങൾ തീരുമാനമെടുത്തതോടെയാണ് മത്സരം ഉപേക്ഷിച്ചത്. മുൻകാല താരങ്ങൾ മാറ്റുരയ്ക്കുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻഡ്സ് ടൂർണമെന്റിലെ ഇന്ത്യ പാകിസ്ഥാൻ ആവേശ പോരാട്ടം ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ ഇന്ന് രാത്രി 9-നായിരുന്നു നടക്കേണ്ടിയിരുന്നത്. എന്നാൽ അതിർത്തി സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ നീർന്ന ഓർമ്മകൾ മായും മുമ്പ് കളത്തിലാണെങ്കിലും പാകിസ്ഥാനുമായി കൈകൊടുക്കാനില്ലെന്ന് ചില ഇന്ത്യൻ താരങ്ങൾ നിലപാടെടുത്തു. ഹർഭജൻ സിംഗ്, യൂസഫ് പഠാൻ, ഇർഫാൻ പഠാൻ,
സുരേഷ് റെയ്ന, ശിഖർ ധവാൻ എന്നീ താരങ്ങളാണ് പിന്മാറിയത്. പിന്മാറുന്നെന്ന് കാണിച്ച സംഘാടകർക്ക് അയച്ച കത്ത് ശിഖർ ധവാൻ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവെക്കുകയും ചെയ്തു. എന്റെ രാജ്യമാണ് വലുത്, അതിനേക്കാൾ വലുതായി ഒന്നുമില്ലെന്നായിരുന്നു ശിഖർ ധവാന്റെ പോസ്റ്റ്. ഇന്ത്യൻ താരങ്ങളുടെ ബോയ്ക്കോട്ടിന് പിന്നാലെ മത്സരം ഉപേക്ഷിക്കാൻ സംഘാടകർ തീരുമാനിക്കുകയായിരുന്നു. വോളിബോളിൽ ഇന്ത്യ പാകിസ്ഥാൻ ടീമുകൾ സമീപകാലത്ത് ഏറ്റുമുട്ടിയിരുന്നു. ഹോക്കി ലോകകപ്പിന് ഇന്ത്യയിലെത്താൻ പാക് ടീമിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടത്താൻ തീരുമാനിച്ചതെന്നാണ് സംഘാടകരുടെ വിശദീകരണം. കാണികൾ എത്തേണ്ടതില്ലെന്നും ടിക്കറ്റ് തുക മടക്കി നൽകുമെന്നും സംഘാടകരുടെ സമൂഹമാധ്യമ പോസ്റ്റിൽ പറയുന്നുണ്ട്. ബോളിവുഡ് നടൻ അജയ് ദേവഗണാണ് ടൂർണമെന്റിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാൾ. മത്സരം സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ അജയ് ദേവഗൺ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ വൻ വിമർശനമുയർന്നിരുന്നു. സ്പോർട്സ് ഡെസ്ക് 24. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.